വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വയനാട് പുനരധിവാസത്തിന് കേന്ദ്രം അനുവദിച്ച 529.5 കോടി രൂപ ബന്ധപ്പെട്ട വകുപ്പുകൾ കൈമാറാൻ സർക്കാർ തീരുമാനം. 45 ദിവസമെന്ന സമയപരിധി ഈ വായ്പയ്ക്ക് ബാധകമാകില്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ നീക്കം. 16 അടിസ്ഥാന സൗകര്യ പ്രവർത്തികളുടെയും ടെൻഡർ നടപടികളിലേക്ക് വൈകാതെ സർക്കാർ കടക്കും. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുണ്, ഈ തുക ചിലവഴിക്കുന്നത് സംബന്ധിച്ചുള്ള ചില നിബന്ധനകൾ അത് സർക്കാരിനെ ആദ്യഘട്ടത്തിലൊന്ന് ആശങ്കപ്പെടുത്തിയിരുന്നു. പക്ഷെ അത് ഇപ്പോൾ മറികടക്കാനുള്ള ശ്രമങ്ങളാണെന്ന് മനസ്സിലാകുന്നു. അതേതൊക്കെ തരത്തിലാണ്? രഞ്ജിത്ത്, മൂലധന നിക്ഷേപ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ തുക കേന്ദ്രം സംസ്ഥാനത്തിന് വായ്പയായി അനുവദിച്ചത്. 50 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കാവുന്ന പലിശരഹിത വായ്പയാണ്. സാധാരണ അത്തരം സ്കീമുകൾ വരുന്ന തുക സാമ്പത്തിക വർഷത്തിന് മുമ്പ്, സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ചെലവഴിക്കണമെന്നതാണ് വ്യവസ്ഥ. അതുകൊണ്ടാണ് സംസ്ഥാനത്ത് അത്തരമൊരു ആശങ്ക ഉയർന്നത്. പക്ഷെ ഇപ്പോൾ ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ യോഗത്തിലും അതുപോലെ തന്നെ അതിനു മുമ്പ് ഈ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം ചേരുമ്പോഴും വ്യക്തമാക്കിയത് ഒരുപക്ഷെ ഈ വായ്പയ്ക്ക് അത്തരം നിബന്ധനകൾ ബാധകമാകില്ല. കാരണം ഇതൊരു പ്ലാൻ ഫണ്ടുമായി ബന്ധപ്പെട്ട വായ്പയല്ല. ഇതൊരു സാമ്പത്തിക സഹായം അല്ലെങ്കിൽ സാമ്പത്തിക വായ്പ ആ രീതിയിലുള്ള ഒരു സ്കീം ആയതുകൊണ്ട് തന്നെ, പദ്ധതി ആയതുകൊണ്ട് തന്നെ അതിന് ഈ നിബന്ധന ബാധകമാകില്ല എന്ന ഒരു വിലയിരുത്തൽ ധനവകുപ്പ് ഉദ്യോഗസ്ഥർക്കുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയോ ധനമന്ത്രിയോ ഇക്കാര്യത്തിൽ വ്യക്തത തേടി കേന്ദ്രത്തെ വീണ്ടും സമീപിക്കും. അതുവരെ കാത്തിരിക്കാതെ ഈ പദ്ധതി നിർവഹണവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. 16 അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലേക്കാണ് ഈ പണം പോകേണ്ടത്. പൊതുമരാമത്ത്, ജലസേചനം, ജലവിഭവം അടക്കമുള്ള വകുപ്പുകൾ ഇതിലുണ്ട്. ആ വകുപ്പുകളോട് കൂടുതൽ തുക വരേണ്ടത് പൊതുമരാമത്തിനാണ്. ഈ വകുപ്പുകൾക്ക് അതത് വകുപ്പുകൾക്ക് അനുവദിച്ച തുക അവിടേക്ക് കൈമാറാനാണ് ഇപ്പോൾ ട്രഷറിയിലേക്ക് കൈമാറാനാണ്, അവരുടെ അക്കൗണ്ടിൽ ട്രഷറിയിലേക്ക് കൈമാറാനാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം. അത്തരം നിർദ്ദേശമാണ് മുഖ്യമന്ത്രി ഇന്നലെ നൽകിയത്. അതിന് കേന്ദ്രത്തിൽ നിന്ന് വ്യക്തതയും സർക്കാർ തേടും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ 40 ദിവസത്തെ നിബന്ധന നിലനിൽക്കില്ലെങ്കിൽ, സമയപരിധി ഇല്ലെങ്കിൽ ഈ പണം വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കണമെന്ന പ്രതീക്ഷയാണ് സർക്കാരിന്. അത് മുന്നിൽ കണ്ടാണ് അത്തരം ഒരു നടപടികളിലേക്ക്, ടെൻഡർ നടപടികളിലേക്ക് കടക്കാൻ വകുപ്പുകൾക്ക് സർക്കാർ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുന്നത്. അതാണ് പ്രധാനപ്പെട്ട വരും. ഏതായാലും വളരെ വേഗം പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുള്ള തീരുമാനത്തിലാണ് സർക്കാർ എന്നാണ് മനസ്സിലാകുന്നത്. അതിനുള്ള നടപടികളിലേക്ക് സർക്കാർ വളരെ വേഗം കടക്കുകയുമാണ്.